പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിൽ സ്വന്തമായി വീടുള്ളവരും വാടകയ്ക്ക് താമസിക്കുന്നവരും എല്ലാം അറിയേണ്ട രണ്ട് പ്രധാന ഇൻഫർമേഷൻ എത്തിയിരിക്കുന്നു. ജനുവരി 6 മുതൽ 12 വരെ തീയതികളിൽ വീടുകളിൽ സർവേ നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഒന്നാമത്തെ അറിയിപ്പ്, വിലാസമുള്ളതും ഇല്ലാത്തതുമായ വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽ തുമ്പിലെത്തുന്ന ഡിജി ഡോർ പിൻ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും എല്ലാം നമ്പർ ഇനി മുതൽ ഡിജിറ്റൽ ആകും. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി നൽകുന്ന സ്ഥിരം നമ്പറായ ഡിജി ഡോർ പിന്നിൻ്റെ 9 10 അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സംവിധാനത്തിൽ ഇതിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്നും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകും. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെ സ്മാർട്ടിലൂടെ നടപ്പാക്കുന്ന 9 10 അക്കങ്ങളുള്ള ഈ ഡിജി ഡോർ പിൻ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാവുന്നതാണ്. തദ്ദേശ വാർഡ് പുനർനിർണയം കഴിയുന്നതോടെ ഡിജി ഡോർ പിൻ നൽകുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി MP രാജേഷ് നേരത്തെ പറഞ്ഞിരുന്നത്. കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ ലൊക്കേഷൻ, ഉടമ ആര്, കെട്ടിടത്തിന്റെ തരം, നികുതിയുടെ അടക്കമുള്ള വിവരങ്ങൾ ഉടമയ്ക്ക് മാത്രമായി ഇതിലൂടെ ലഭ്യമാകും. പിൻ നമ്പറും QR കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്താലും നമ്പർ തിരഞ്ഞാലും ഉടൻ ലൊക്കേഷൻ ലഭിക്കുകയും ചെയ്യും. തദ്ദേശ സ്ഥാപനവും ജില്ലയും കെട്ടിട വിവരങ്ങളും റൂട്ട് മാപ്പും അടക്കം ലഭിക്കും. 2 മീറ്റർ അകലെ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരം ആധികാരികം ആക്കും. വ്യക്തികളുടെയോ കെട്ടിടങ്ങളുടെയോ വലിപ്പച്ചെറുപ്പമോ പ്രാധാന്യമോ ഒന്നും പരിഗണിക്കാതെ ഒരേ മാതൃകയിലാണ് നമ്പർ പ്ലേറ്റ് തരുന്നത്. വാർഡോ തദ്ദേശ സ്ഥാപനങ്ങളോ പുനർനിർണയത്തിലൂടെ മാറിയാലും ഡിജി ഡോർ പിൻ മാറില്ല. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടായാൽ വിലാസമില്ലാതെ തന്നെ പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കും എത്താം. ഈ നമ്പർ അറിഞ്ഞാൽ മൊബൈൽ ഉണ്ടെങ്കിൽ വഴി ചോദിച്ച് അലയേണ്ടതുമില്ല. വ്യക്തിവിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഇല്ലാത്ത ഈ സംവിധാനം എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടും. രണ്ടാമത്തെ അറിയിപ്പ്, വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങളുമൊക്കെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി ഈ പുതുവർഷത്തിൽ സർവേ നടത്താൻ പോവുകയാണ്. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ സർവേ നടത്തും. ജനുവരി 6 മുതൽ 12 വരെയാണ് ഈ സർവേ നടത്തുന്നത്. മാലിന്യമുക്ത കേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവമാലിന്യ സംസ്കരണം 100% ഉറപ്പാക്കുവാനാണ് ഈ സർവേ. ഓരോ വാർഡിലും ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന 2-3 സർവേ ടീമുകൾ ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷനിലൂടെ വിവരങ്ങൾ ശേഖരിക്കും. ഈ ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി ഇതിൽ ഉൾപ്പെടുത്തും. ഇൻഫർമേഷൻ കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഇതിന് സഹായിക്കുകയും തുടർന്ന് ആപ്ലിക്കേഷൻ QR കോഡ് പ്രിന്റ് ചെയ്ത് വീടുകളിൽ പതിപ്പിക്കുകയും ചെയ്യും. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ള വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുക, മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുക, ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കുവാനുള്ള ഇനോകുലം ലഭ്യമാണോ എന്ന് അറിയുക, വളം ആവശ്യമില്ലാത്തവരിൽ നിന്ന് അത് ശേഖരിക്കുവാനുള്ള ക്രമീകരണം നടത്തുക, സാമൂഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം വേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഈ സർവേ നടത്തുന്നത്. അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സർവേക്ക് തദ്ദേശ വകുപ്പ്, പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ്, ശുചിത്വ മിഷൻ, ഇൻഫർമേഷൻ കേരള മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണവും ഉണ്ടാകും. സർവേയിലൂടെ വീഴ്ച വരുത്തുന്ന വീടുകളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചേക്കാം. വാർഡ് തല സർവേ ആയതിനാൽ തന്നെ ഒറ്റ വീടും വിടാതെ ആയിരിക്കും സർവേ നടത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്